ഹായ്. അപ്പോൾ ഇനി ഇംഗ്ലീഷിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺകോഡ് ആണ് കേട്ടോ. കൺകോഡ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക്. ആദ്യം വെർബിന്റെ V1 ഫോമിൽ എസ് ചേർന്ന് വരുന്നവയാണ് സിംഗുലാർ വെർബ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം എന്താണ് വെർബിന്റെ V1 ഫോമിൽ എസ് ഏതാണ് എസ്. ഇപ്പം V1 ഫോം എന്ന് പറയുമ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇതിൽ റൈറ്റ് എന്നുള്ളത് എന്താണ്? റൈറ്റ് എന്നുള്ളതാണ് അതിന്റെ V1 ഫോം എന്ന് പറയുന്നത്. റൈറ്റ്, റോട്ട്, റോട്ട് എന്നുള്ളത് റൈറ്റിന്റെ V2 ഫോം ആണ്. റിട്ടേൺ എന്നുള്ളത് എന്താണ്? റൈറ്റിന്റെ V3 ഫോം ആണ്. അപ്പോൾ ഇവിടെ എന്താ എസ് ചേർന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഏതില്? V1 ഫോമിൽ എസ് ചേർന്ന് വരുന്നതാണ് എന്ത്? സിംഗുലാർ വെർബ് എന്ന് പറയുന്നത്. ഇനി വെർബിന്റെ V1 ഫോമിൽ എസ് ഒഴിവാക്കിയ ബേസ് ഫോമാണ് പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ നോക്കുക, റൈറ്റ്സ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. റൈറ്റ് അല്ലെ, അവിടെ എസ് ഒഴിവാക്കി, അപ്പൊ എന്തായി? റൈറ്റ്. അതാണ് പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്. ഇനി സ്പീക്സ് എന്നുള്ളത് എന്താണ്? അത് സിംഗുലർ ആണ്. സ്പീക്ക് എന്നുള്ളത് അതിന്റെ പ്ലൂറൽ ആണ്. ടേക്സ്, ടേക്ക്. ദെൻ ഓപ്പൺസ് അതിന്റെ എന്താ പ്ലൂരൽ എന്ന് പറയുന്നത് ഓപ്പൺ എന്നാണ്. ഇപ്പൊ പ്ലേ എന്ന് എടുക്കുകയാണെങ്കിൽ പ്ലേ എന്നുള്ളത് എന്താണ്? അത് പ്ലൂരൽ ആണ്. അത് കൂടെ ഒരു എസ് ചേർത്താൽ അതെന്തായി? അത് സിംഗുലാർ വെർബായി. അപ്പോൾ ഈസ് എന്നുള്ളത് എന്താണ്? സിംഗുലാർ ആണ്. ആർ എന്നുള്ളത് പ്ലൂരൽ ആണ്. വാസ് എന്താണ്? സിംഗുലർ ആണ്. വേർ എന്നുള്ളത് എന്ത് വെർബാണ്? പ്ലൂരൽ ഓക്സിലറി വെർബാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഇനി ഹാസിന്റെ സിംഗുലർ പ്ലൂറൽ ആണ് ഹാവ് എന്ന് പറയുന്നത് അല്ലെ. ദേ ഹാസ് എന്ന് പറയോ? ഇല്ല, ദേ ഹാവ് എന്നേ പറയൂ. കാരണം ദേ എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ അതിന്റെ കൂടെ പ്ലൂറൽ വെർബേ വരുള്ളൂ അല്ലെ. പ്ലൂറൽ എന്താ വെർബേ വരുള്ളൂ. അപ്പൊ എന്താണ് അവിടെ? ദേ ഹാവ് എന്നേ വരുള്ളൂ. ദേ ഹാസ് എന്ന് വരില്ല. ഓക്കെ. ഇനി ഹി ഹാസ് എന്ന് വരുമോ? ഇല്ല. കാരണം എന്താ? ഹി എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ കൂടെ ഹാസേ വരുള്ളൂ. ഹി ഹാവ് എന്ന് പറയില്ല. മനസ്സിലായോ? അതാണ് വ്യത്യാസം. ഇനി ഡസ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. അതിന്റെ പ്ലൂരൽ ആണ് ഡു എന്ന് പറയുന്നത്. ഓക്കെ. അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡസ്, ഹാസ്, വാസ്, ഈസ് ഇതിന്റെയൊക്കെ പ്ലൂരലും എന്താ അതൊക്കെ സിംഗുലർ ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ. ഇനി എന്താ ഒരു ഫസ്റ്റ് റൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒട്ടുമിക്ക സെന്റൻസുകളെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. ഓക്കെ. അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ്, വെയിറ്റ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ്, ടൈം. ഇതിനൊക്കെ ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. ഹൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ വെയിറ്റ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, എന്തിനെങ്കിലും ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെ, ദൂരം, ടൈം, ഇതൊക്കെ പറയുമ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാ പറയുന്നത്? സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പോ 175 സെന്റിമീറ്റർ ഈസ് എന്നാണ് പറയുക. അതിന്റെ കൂടെ എന്ത് പറയൂല? ആർ എന്ന് പറയില്ല. നമ്മൾ 175 ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ആറാവും എന്ന് വിചാരിക്കരുത്. കാരണം 175 സെന്റിമീറ്റർ ആണ് അല്ലെ. അവിടെ എന്താണ്? ഒരു എന്താ നമുക്ക് ഈ ഹൈറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അവിടെ ഹൈറ്റിന്റെ കൂടെ എന്താണ്? ഹൈറ്റിനെ കുറിച്ച് പറയുമ്പം അവിടെ എന്താണ്? ഈസ് എന്നേ വരുള്ളൂ. ഇനി 50 kg ഈസ് ഹെർ വെയിറ്റ്. അവളുടെ വെയിറ്റ് 50 kg ആണ് അല്ലെ. അപ്പം അതിനുശേഷം എന്താണ്? സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അതുപോലെ 1 lakh rupee ഈസ്, എമൗണ്ടിന്റെ കാര്യം പറയുമ്പോഴും എന്താണ് നമ്മൾ പറഞ്ഞത്? ഈസ് എന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇനി എന്താണ്? 500 ഈസ് 500 ലിറ്റർ ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് അല്ലെ. ക്വാണ്ടിറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? സിംഗുലറെ വരൂ എന്നുള്ളത്. അപ്പം അവിടെ എന്താണ്? ഈസ വന്നിട്ടുള്ളത്. ഇനി 100 കിലോമീറ്റർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ട്രിവാൻഡ്രം ടു ദിസ് പ്ലേസ് എന്നുള്ളത് എന്താണ്? അവിടെ ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചാണ് അല്ലെ പറയുന്നത്. അവിടെ എന്താണ്? ഈസ് എന്നുള്ള ഇതേ വരുള്ളൂ. അതായത് ഇവക്ക് ശേഷം സിംഗുലർ വെർബേ ഉപയോഗിക്കുകയുള്ളൂ. മനസ്സിലായോ? ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി 5 ഇയേഴ്സ് ഈസ് എന്ന് പറയുള്ളൂ. 5 ഇയേഴ്സ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ആർ എന്നുള്ളതാവുന്നു. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞു 5 ഇയേഴ്സ് ഈസ് എന്നുള്ളതാണ് എന്താണ് അവിടെ വരുള്ളൂ അല്ലെ. കാരണം ഒരു എന്താ ഒരു പീരിയഡ് ഓഫ് ടൈം അല്ലെ, അതിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അവിടെ ഈസ് എന്നുള്ളതാണ് വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നോക്കാം നമുക്ക്. അടുത്ത റൂള്, അതായത്
ഡിസീസ് എന്തെങ്കിലും രോഗങ്ങള്, ഗെയിംസ്, നെയിം ഓഫ് കൺട്രീസ്, സബ്ജക്ട്സ്, ടൈറ്റിൽ ഓഫ് ബുക്സ്, അതുപോലെ ഹോട്ടൽസ്, ബിൽഡിങ്സ്, മോണുമെന്റ്സ് ഒക്കെ എന്തൊക്കെയാ? ഡിസീസ്, രോഗങ്ങള്, ഗെയിംസ് അല്ലെ, കളികള്, നെയിംസ് ഓഫ് കൺട്രീസ്, രാജ്യങ്ങളുടെ പേരുകള്, സബ്ജക്ട്സ്, ഏതെങ്കിലും സബ്ജക്റ്റുകളെ കുറിച്ച്, ടൈറ്റിൽ ഓഫ് ബുക്സ്, ബുക്സിന്റെ ടൈറ്റിലുകൾ, ഹോട്ടൽസ്, ബിൽഡിങ്സ്, മോണുമെന്റ്സ്, ഇതിനൊക്കെ ശേഷം എന്ത് തന്നെ ഉപയോഗിക്കുക? സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ഓരോ ഇതും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇവിടെ ഫിസിക്സ് എന്ന് പറയുമ്പം അവിടെ ഒരു എസ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ഇത് കൊടുക്കാൻ പാടില്ല. എന്ത്? ഫിസിക്സ് എന്ന് പറയുമ്പം അവിടെ ഈസ് ആണ് വരിക. അപ്പം അതെന്താണ്? അതിന് ശേഷം സിംഗുലർ ആണ് വരിക. മംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിസീസ് ആണ് അല്ലെ? അപ്പൊ അവിടെ എന്താണ്? മംസ് ആർ എന്ന് നമ്മൾ പറയൂല. അവിടെ എന്താണ്? ഈസ് എ കണ്ടേജിയസ് ഡിസീസ് എന്നാണ് പറയുന്നത്. കിട്ടിയോ? അതാണ് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് കൂടെ പറഞ്ഞു നോക്കാം. ഡിസീസ്, ഗെയിംസ്, നെയിംസ് ഓഫ് കൺട്രീസ്, സബ്ജക്ട്സ്, ടൈറ്റിൽ ഓഫ് ബുക്സ്, ഹോട്ടൽസ്, ബിൽഡിങ്സ്, മോണുമെന്റ്സ്, ഇതിനൊക്കെ ശേഷം എന്ത് തന്നെയാണ് വരിക? നമ്മുടെ സിംഗുലാർ വെർബ് തന്നെയാണ് വരുന്നത്. ഇനി റൂൾ നമ്പർ 3, അതായത് മെനി എ, മെനി ആൻ, മോർ ദാൻ വൺ. എന്തൊക്കെ? മെനി എ, മെനി ആൻ, മോർ ദാൻ വൺ, ഇവയിൽ ആരംഭിക്കുന്ന സെന്റൻസിന് ശേഷം സിംഗുലാർ നൗൺ പ്ലസ് സിംഗുലാർ വെർബ് ആണ് ഉപയോഗിക്കുക. അതായത് മെനി എ, മെനി ആൻ, മോർ ദാൻ വൺ എന്നിവയിൽ ആരംഭിക്കുന്ന ഒരു സെന്റൻസ്, ആ സെന്റൻസിന് ശേഷം സിംഗുലാർ നൗണ്, ആദ്യം സിംഗുലാർ നൗണ്, ദെൻ എന്ത് വരും? സിംഗുലാർ വെർബാണ് വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. മെനി എ, ഇവിടെ കണ്ടല്ലോ മെനി എ, മെനി എ, ഇവിടെ എന്താണ്? അതിനുശേഷം മെൻ അല്ല വന്നിട്ടുള്ളത്. മാനിന്റെ എന്താണ്? മാൻ എന്നുള്ളതിന്റെ പ്ലൂരൽ ആണ് എന്തെന്ന് പറയുന്നത്? മെൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്തല്ല വന്നിട്ടുള്ളത്? മെൻ എന്നല്ല വന്നിട്ടുള്ളത്. കാരണം ഇതെന്താണ്? ഇവിടെ സിംഗുലർ നൗൺ അല്ലെ? അതായത് ഏകവചനം എന്ന് പറയില്ലേ? അപ്പോൾ അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. മെനി എന്ന് വരുമ്പോൾ അതിന്റെ കൂടെ സിംഗുലാർ സബ്ജക്റ്റ് വരും, നൗൺ വരും. ദെൻ എന്ത് വരും? സിംഗുലാർ വെർബ് തന്നെ വരണം. അപ്പൊ മെനി എ മെൻ ഈസ് എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായോ? ഇനി മോർ ദാൻ വൺ, നമ്മൾ പറഞ്ഞു മെനി എ, മെനി എൻ, മോർ ദാൻ വൺ, ഇതിന് ശേഷം സിംഗുലാർ എന്ത് വരും? നൗണ് വരും. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, മോർ ദാൻ വൺ, ഇവിടെ ബോയ് ഈസ് കൊടുത്തിട്ടുണ്ട്, ബോയ്സ് ഈസ് കൊടുത്തിട്ടുണ്ട്, ബോയ്സ് ആർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ് സിംഗുലാർ നൗൺ എന്ന് പറയുന്നത്? ബോയ് ആണ് അല്ലെ? അതുപോലെ സിംഗുലാർ വെർബ് എന്താണ്? ഈസ് ആണ്. അപ്പൊ എന്താണ്? ബോയ് ഈസ് പ്ലേയിങ് ഔട്ട്സൈഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൂൾ നമ്പർ 4 നോക്കാം നമുക്ക്. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവറി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ദ നമ്പർ ഓഫ്. എന്തൊക്കെയാണ്? വൺ ഓഫ്, ഈച്ച് ഓഫ്, എനി ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ദ നമ്പർ ഓഫ്. ഇവക്ക് ശേഷം എന്താ വരിക? ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് മെനി എ, മെനി ആൻ, മോർ ദാൻ വൺ എന്നുള്ളതിന് അല്ലെ? അതിന് നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം സിംഗുലാർ നൗണ് വരും, പിന്നെ എന്താണ് വരുന്നത്? പിന്നെയാണ് സിംഗുലാർ വെർബ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, സിംഗുലാർ നൗൺ ആണ് വരിക, പിന്നെ സിംഗുലാർ വെർബ്, അങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവക്ക് ശേഷം, അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ദി നമ്പർ ഓഫ്, ഇതിന് ശേഷം ആദ്യം വരുന്നത് നൗൺ എന്താണ്? പ്ലൂറൽ ആയിരിക്കും. അതിനുശേഷം സിംഗുലാർ വെർബാണ് വരിക. പ്ലൂറൽ നൗണ് പ്ലസ് സിംഗുലാർ വെർബ്. പ്ലൂറൽ നൗണ് വരും, അതിനുശേഷം എന്ത് വരും? സിംഗുലാർ വെർബാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വൺ ഓഫും, ഈച്ച് ഓഫും, എവരി വൺ ഓഫും, ഐദർ ഓഫും, നൈദർ ഓഫും, ദ നമ്പർ ഓഫും, അതെന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച് തന്നെ വെക്കണം. ഓക്കെ, മനസ്സിൽ നന്നായിട്ട് തറാക്കി പഠിക്കുക. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? വൺ ഓഫ് ദ പപ്പീസ്. ഇവിടെ കണ്ടോ? പപ്പീസ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? പ്ലൂരൽ നൗൺ ആണ് അല്ലെ? പ്ലൂരൽ നൗണ്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? സിംഗുലർ വെർബ് വേണം വരാൻ. ഇവിടെ ഗെറ്റ് എന്നുള്ളത് വെർബിന്റെ കൂടെ എസ് ചേർത്താൽ നമ്മൾ എന്താ പറഞ്ഞത്? എസ് ചേർത്ത് നമ്മൾ എന്താ പറഞ്ഞത്?
അത് സിംഗുലർ ആവുമെന്ന് പറഞ്ഞു അല്ലെ? ആദ്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ഗെറ്റ് എന്നുള്ളത് അത് സിംഗുലർ ആണോ? അല്ല, അത് പ്ലൂറൽ ആണ്. ഗെറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ സിംഗുലർ ആയിട്ടുള്ളത്. അതുപോലെ ആർ ഗെറ്റിംഗ് വരൂല. അത് പിന്നെ നൺ ഓഫ് ദ എബോവ്. എന്തായാലും ഇതിൽ എന്താണ്, മൂന്നെണ്ണത്തിൽ നമുക്ക് ഏത് തിരഞ്ഞെടുക്കാം? ഗെറ്റ്സ് എന്നുള്ളത് തിരഞ്ഞെടുക്കാം. കാരണം അതെന്താണ്, അത് സിംഗുലർ വെർബാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൈദർ ഓഫ് ദം. നൈദർ ഓഫ് ദം. ദം എന്നുള്ളത് എന്താണ്? സിംഗുലാർ നൗൺ ആണ് ഇല്ലേ? ദം, അവർ എന്നുള്ളത് എന്താണ്? സിംഗുലാർ നൗൺ ആണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ഉപയോഗിക്കും? സിംഗുലാർ നൗൺ ഉപയോഗിക്കും, അല്ല സിംഗുലാർ വെർബ് ഉപയോഗിക്കോ അതല്ല സിംഗുലാർ പ്ലൂരൽ വെർബ് ഉപയോഗിക്കോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഹാസ് ആണ് സിംഗുലാർ വെർബ്. ഹാവ് എന്താണ്? പ്ലൂരൽ വെർബാണ്. അപ്പൊ അതെന്ത് ചെയ്യൂല, ഇവിടെ ഉപയോഗിക്കൂല. കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കാം നമുക്ക്. റൂൾ നമ്പർ 5. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് കുറച്ച് എന്താ, നന്നായി ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. ഏതൊക്കെയുണ്ട്? ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, മോർ ദാൻ, റേദർ ദാൻ, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു. ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്. എന്താണ്? ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോവുഡ് ബൈ, ആൻഡ് നോട്ട്, ലൈക്ക്, അൺലൈക്ക്, ബട്ട്, എക്സെപ്റ്റ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, മോർ ദാൻ, റേദർ ദാൻ, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, accompanied by, followed by, and not, like, unlike, but, except, including, excluding. Okay, കിട്ടിയോ? including, excluding, except, but, like, unlike, and not, then in the company of, accompanied by, followed by. ഇതൊക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ വാക്കുകൾ രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുന്നതിനായി സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഇത് വെച്ചിട്ട് രണ്ട് വാക്കുകൾ എന്താണ്, രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുന്നതിനായിട്ട് സെന്റൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വെർബ് എന്താണ്? ആദ്യത്തെ സബ്ജക്റ്റ്, രണ്ട് സബ്ജക്റ്റിനെ കൂട്ടിയോജിപ്പിക്കാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുമ്പോൾ ഇനി വരുന്ന വെർബ് എന്താണ്? ആദ്യത്തെ സബ്ജക്റ്റ്, ആ സെന്റൻസിൽ ആദ്യം എഴുതിയിട്ടുള്ള സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം. അത് പറഞ്ഞാൽ എന്താ? സിംഗുലാർ സബ്ജക്റ്റിന് ശേഷം സിംഗുലാർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷം പ്ലൂറൽ വെർബും ഉപയോഗിക്കുന്നു. മനസ്സിലായോ? കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഹൗസ് വിത്ത് ദ കണ്ടൻസ് ഡേഷ് ഇൻഷുർഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഹൗസ് വിത്ത് ദ കണ്ടൻസ്. ദ ഹൗസ് വിത്ത് ദ കണ്ടൻസ്. ഇവിടെ എന്താണ്? ഡേഷ് ഇൻഷുർഡ്. എന്താ പറഞ്ഞത്? ഇവിടെ ദ ഹൗസ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ? ദ ഹൗസ് എന്നുള്ളത് ഒരൊറ്റ ഹൗസ് അല്ലേ? അപ്പൊ അവിടെ എന്താണ്? വിത്ത് ദ, നമ്മൾ പറഞ്ഞു, ഇതിൽ നമ്മൾ പറഞ്ഞുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ വിത്ത് കണ്ടോ നിങ്ങൾ? ഈ വിത്ത് കൊണ്ടാണ് ഇത് യോജിപ്പിച്ചിട്ടുള്ളത്. ദ ഹൗസ് വിത്ത് ദ കണ്ടൻസ്. ഇവിടെ വിത്ത് എന്നുള്ളത് കൊണ്ടാണ് ഇത് യോജിപ്പിച്ചിട്ടുള്ളത്. ഏതൊക്കെ രണ്ട് സബ്ജക്റ്റുകളെ? ദ ഹൗസിനെയും ദ കണ്ടൻസിനെയും. ഇത് എന്താണ്? ഇത് സിംഗുലർ ആണ്. പക്ഷെ ഇതെന്താണ്? പ്ലൂറൽ ആണ്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ആദ്യത്തേത് ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർബിൽ. അതായത് ഇവിടെ വാസ്, ആറ്, വേർ. ഇതിലേതാണ് സിംഗുലർ വെർബ്? അത് വാസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ വാസ് എന്നുള്ളത് കൊടുക്കും. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ മദർ. ഇവിടെ സബ്ജക്റ്റുകൾ ശ്രദ്ധിക്കുക. ദ മദർ. പിന്നെ എന്തിനോടാ യോജിപ്പിച്ചിട്ടുള്ളത്? ആസ് വെൽ ആസ്. നമ്മൾ പറഞ്ഞ ആ ഒരു ഇതിൽ വന്നോ ആസ് വെൽ ആസ്? നോക്കാം നമുക്ക്. ആസ് വെൽ ആസ് വന്നോ? കണ്ടോ? ഫസ്റ്റ് ആസ് വെൽ ആസ്. ഓക്കെ,
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ സബ്ജക്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യുന്നതിൽ നോക്കേണ്ടത്. ആസ് വെൽ ആസ് ഹെർ 3 ചിൽഡ്രൻ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താണ്, നമുക്ക് കിട്ടി ഫസ്റ്റത്തത് ദ മദർ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വാസ് എന്നുള്ളതാണ് നമ്മൾ ആൻസർ കൊടുക്കുക. കാരണം വേർ എന്നുള്ളത് എന്താണ്, പ്ലൂരൽ വെർബാണ്, ഹാവും പ്ലൂരൽ ആണ്. കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റൂൾ നോക്കാം. റൂൾ നമ്പർ 6. റൂൾ നമ്പർ 6 ഏതൊക്കെയാ വരുന്നത്? ഓറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഇതൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓറും ഐദർ ഓറും നൈദർ നോറും, ഓറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഇവിടെ എങ്ങനെയാ ചേഞ്ച് ഉള്ളത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തത്. പക്ഷേ ഈ ഇത് വെച്ചിട്ട്, അതായത് ഓറും ഐദർ ഓറും നൈദർ നോറും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഈ രണ്ട് സെന്റൻസുകളെ ഇത് വെച്ച് യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് ഉപയോഗിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? രണ്ടാമത്തേത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബും, പ്ലൂരൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂരൽ വെർബും ഉപയോഗിക്കുന്നു. മനസ്സിലായോ? നോക്കാം നമുക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഐദർ ദ പാരന്റ്സ് ഓർ ദ ബോയ്. ഐദർ ഓർ വന്നത് കണ്ടോ? ഐദർ ഓർ നമ്മൾ ഇപ്പൊ പഠിച്ചു അല്ലെ, ഐദർ ഓർ. അപ്പോ അത് വെച്ചിട്ടാണ് ഇവിടെ കണക്ഷൻ വന്നിട്ടുള്ളത്. ഐദർ ദ പാരന്റ്സ് ഓർ ദ ബോയ്. ഈ പാരന്റ്സ് എന്നുള്ളത് എന്താണ്? അത് പ്ലൂരൽ ആണ്. പക്ഷേ ദ ബോയ് എന്നുള്ളത് എന്താണ്? അത് സിംഗുലർ ആണ്. അറിയാലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ വെർബ് വരുന്നത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വെർബ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഇവിടെ നമുക്കറിയാം രണ്ടാമത്തെ സബ്ജക്റ്റ് ദ ബോയ് എന്നുള്ളത് സിംഗുലാർ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം? വെർബും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഇവിടെ ഈസ് ടു ബ്ലെയിം എന്നുള്ളതായിരിക്കും കറക്റ്റ്. ഇവിടെ ആറ് വരുമോ? ഇല്ല. കാരണം എന്താ? ആറ് പ്ലൂരൽ ആണ്. സോ അങ്ങനെ അത് നമുക്ക് മനസ്സിലായി. ഇനി നൈദർ നോർ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്, നൈദർ നോർ എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ നൈദർ മീര നോർ ഹെർ ബ്രദർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, രണ്ടും സിംഗുലർ ആണ്. മീരയും സിംഗുലർ ആണ്, ബ്രദർ എന്നുള്ളതും സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നല്ല ഈസി ആയിട്ട്, നമുക്കൊരു സംശയം വരൂല. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ സിംഗുലർ വെർബ് കൊടുക്കാൻ പറ്റും. ഈസ്, ആറ്, ഇതിലേതായിരിക്കും അപ്പൊ കറക്റ്റ് ആൻസർ? ഈസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി റൂൾ നമ്പർ 7 അതിലേതൊക്കെയാണ് വരുന്നത്? ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഓരോന്നും നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ കാണാതെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഒരുപാടുള്ളത് കൊണ്ട് പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ തെറ്റുകൾ കുറക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത് ഒരു വട്ടം കേട്ട് പഠിച്ചാലൊന്നും എന്ത് ചെയ്യാൻ പോണില്ല, തലയിൽ കയറാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ ആൻസർ കറക്റ്റ് ആക്കി കൊണ്ടുവരണം നിങ്ങൾ. ഓക്കെ, മനസ്സിലായോ? ഇനി സംവൺ, സംബഡി ഏതൊക്കെയാണ് വരുന്നത്? ഈ തന്നിട്ടുള്ള സെന്റൻസുകൾ, തന്നിട്ടുള്ള വാക്കുകളിൽ എന്താ സെന്റൻസ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. സംവൺ, സംബഡി അല്ലെ. സംവൺ, സംബഡി, എവരിവൺ, എവരിബഡി, ദെൻ എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, നത്തിങ്, എനിത്തിങ്. എന്തൊക്കെയുണ്ട്? സംവൺ, സംബഡി, everyone, everybody, anyone, anybody, no one, nobody, nothing, anything. ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് സെന്റൻസ് ആരംഭിക്കുന്നു എങ്കിൽ സിംഗുലാർ വെർബാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എന്ത് വെർബാണ്? സിംഗുലാർ വെർബാണ്. സംവണ്, സംബഡി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? എവരിവണ്, എവരിബഡി ഇതൊക്കെ വരുമ്പോൾ എന്താണ്? നമ്മൾ എന്ത് ഉപയോഗിക്കാം? സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. എനിവണ്, എനിബഡി, നോ വണ്, നോബഡി, നത്തിങ്, എനിത്തിങ്. കിട്ടിയോ? നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്ത് നോക്കാം? ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ? എവരിബഡി ഡേഷ് ക്രിക്കറ്റ്. എവരിബഡി അല്ലെ, എല്ലാവരും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പ്ലൂരൽ ആയി തോന്നാം. പക്ഷെ എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്?
സിംഗുലാർ വെർബാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എന്താണ് പ്ലേസ് എന്നുള്ളതാണ് സിംഗുലാർ വെർബായിട്ട് വരുന്നത്. പ്ലേ എന്നുള്ളത് വരുമോ? ഇല്ല. കാരണം അതെന്താണ്, അത് പ്ലൂരൽ ആണ് അല്ലേ. ആർ പ്ലേയിങ് എന്തായാലും വരൂല, നമുക്കറിയാം. അതും എന്താണ് പ്ലൂരലിലാണ് തുടങ്ങുന്നത്. അപ്പൊ എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് പ്ലേസ് എന്നുള്ള സിംഗുലാർ വെർബാണ്. ഇനി അടുത്തത് വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് എറർ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. ഓക്കെ, സംബഡി ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഇനി നോ എറർ ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സംബടിക്ക് ശേഷം എന്തേ വരുള്ളൂ, സിംഗുലാർ വെർബാണ് വരേണ്ടത്. അപ്പൊ സംബടി ഹാസ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സംബടി ഹാവ് എന്നുള്ളതാണ്, അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഏതേലൊക്കെ ഒന്ന് യോജിപ്പിച്ച് നോക്കും, മിക്കവാറും അതൊക്കെ തന്നെയാവും നടക്കുന്നത്. എന്ത് പറഞ്ഞു നോക്കുമ്പോൾ ഏതാണോ ഈസി അതങ്ങോട്ട് വെച്ച് എഴുതുന്നതായിരിക്കും മിക്കവാറും പേരൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ തെറ്റുണ്ട്. എന്താണ്, നമ്മൾ കറക്റ്റ് ഇതിന്റെ റൂള് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകണം. കാരണം ഒരു മാർക്ക് പോവാന്ന് പറഞ്ഞാൽ 1.33 അവിടെ നമുക്ക് കുറയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നല്ലോണം ശ്രദ്ധിക്കുക. ആ ഒരു മാർക്ക് പോയിന്റ് വ്യത്യാസത്തിലാണ് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പിന്നിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുണ്ടാവാൻ പാടില്ല. നമ്മൾ ഏതായാലും ഇതിന് ഇറങ്ങി തിരിച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇനിയുള്ളത് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുക, നോക്കുക. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലായല്ലോ, സംബഡി ഹാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി റൂൾ നമ്പർ 8 അത് നോക്കുക. 2+V1 അതുപോലെ വെർബ് പ്ലസ് ING ഇവയിൽ ആരംഭിക്കുന്ന സെന്റൻസിന് ശേഷം സിംഗുലാർ വെർബ് ഉപയോഗിക്കുന്നു. 2+V1 അതായത് ഇപ്പൊ ടു പാസ് ദ എക്സാം ഈസ് എന്നേ വരൂ. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു അതിനുശേഷം എന്ത് ഉപയോഗിക്കണം, സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു വെർബും അതിന്റെ കൂടെ ING ഫോമും, ദാറ്റ് മീൻസ് ഇപ്പൊ സ്വിമ്മിങ്, ഡാൻസിങ് അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അതുപോലെ റീഡിങ് അതുപോലെയൊക്കെയുള്ള ഇതിന് ശേഷം എന്താണ്, സ്വിമ്മിങ് ഈസ് സിംഗുലാർ വെർബാണ് അവിടെയും വരേണ്ടത്. അപ്പൊ ഈസ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ്. ടു പാസ് ദ എക്സാം ഈസ് മൈ എയിം, സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ്, അവിടെ അങ്ങനെയാണ് വരിക. അപ്പം ഏതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, 2+V1 വെർബ് പ്ലസ് ING. ഓക്കെ, ഇത് വരുമ്പോൾ അതിനുശേഷം എന്താണ്, സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി റൂൾ നമ്പർ 9, ദിസ് അല്ലെങ്കിൽ ദാറ്റ് ഇതിലോ ഒരു സെന്റൻസ് ആരംഭിച്ചാൽ സിംഗുലാർ നൗൺ പ്ലസ് എന്താണ്, സിംഗുലാർ വെർബ് ഉപയോഗിക്കുന്നു. ദിസ് ദാറ്റ് ഇതിലേതെങ്കിലും ഒന്നിൽ സെന്റൻസ് ആരംഭിച്ചാൽ സിംഗുലാർ നൗണും സിംഗുലാർ വെർബാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അല്ലെ, ദിസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇതിനെ പറയുള്ളൂ. ഇനി ദിസിന്റെ പ്ലൂരൽ എന്താണ്, ദിസിന്റെ പ്ലൂരലാണ് ദീസ് എന്ന് പറയുന്നത്. ദാറ്റിന്റെ പ്ലൂരലാണ് ദോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ആരംഭിച്ചാൽ പ്ലൂരൽ നൗൺ, അതായത് ദീസും ദോസും ആണെങ്കിൽ പ്ലൂരൽ നൗൺ പ്ലൂരൽ വെർബ്. അത് നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന തന്നെയായിരിക്കും. മറ്റതൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് അല്ലെ. ദിസ് ബുക്ക് ഈസ് എന്താണ്, ഗുഡ് എന്നുള്ളതാണ് അല്ലെ. ദിസ് ബുക്ക് ഈസ് ആണ് സിംഗുലർ വെർബാണ്. എന്നാൽ ദീസ് വരുമ്പം അവിടെ നമുക്കറിയാം സ്വാഭാവികം എന്താണ്, സിംഗുലർ അല്ല പ്ലൂരൽ വെർബ് വേണം. അതുപോലെ പ്ലൂരൽ ഇത് കണ്ടല്ലോ, പ്ലൂരൽ നൗൺ ആണ്. ബുക്സ് കണ്ടല്ലോ, അപ്പൊ ദീസ് ബുക്സ് ആർ പ്ലൂരൽ വെർബ് പ്ലൂരൽ നൗൺ അങ്ങനെയാണ് വരിക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി റൂൾ നമ്പർ 10. റൂൾ നമ്പർ 10 എന്താ പറയുന്നത്, രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ പ്ലൂരൽ വെർബ് ഉപയോഗിക്കുന്നു. രണ്ട് ഏകവചന അല്ലെ സിംഗുലർ നൗണിനെ എന്ത് ചെയ്യാണ്, ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുക. അപ്പൊ മനു ആൻഡ് മീനു, മനു ആൻഡ് മീനു എന്താണ്, മനു ആൻഡ് മീനു ഇതിനെ എന്താണ്, ആൻഡ് കൊണ്ടാണ് ഇവിടെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, അത് പ്ലൂരൽ വെർബാണ്. കിട്ടിയോ? ഇനി രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ അവ ഒരേ ആശയമാണ്. അവിടെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ അവ ഒരേ ആശയമാണ് നൽകുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം, സിംഗുലാർ വെർബ് ഉപയോഗിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് തവണ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക.
ഇവിടെ ഇപ്പോ ബ്രെഡ് ആൻഡ് ബട്ടർ അത് ഒരുമിച്ച് പറയുന്ന ഒരു സംഭവമാണ്. ബ്രെഡും ബട്ടറും അങ്ങനെയല്ല, ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത് അത് ഒരു കോംബോ ആയിട്ട് അങ്ങനെ ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? സിംഗുലാർ വെർബ്. പക്ഷെ നമ്മൾ നേരത്തെ മീന ആൻഡ് ആരാ മനു പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ രണ്ട് നൗണുകളെ ആൻഡ് കൊണ്ട് ബന്ധിപ്പിച്ചപ്പോൾ എന്ത് പറഞ്ഞു നമ്മള്? അതിനുശേഷം പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ രണ്ട് ഏകവചന നാമങ്ങളാണ്. പക്ഷെ എന്താണ്, അത് കിട്ടുന്നത് ഒരേ ആശയമാണ് എങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്, അങ്ങനെ അവിടെ അത് അങ്ങനെ വരും. ഇനി ഇഡ്ലി ആൻഡ് സാമ്പാർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്, അവിടെയും എന്താ വരിക? ഈസ് എന്നുള്ളതാണ് വരിക. അപ്പോൾ ഇഡ്ലി ആൻഡ് സാമ്പാർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് അല്ലെ? അവിടെ എന്താണ്? അവിടെയും ശ്രദ്ധിക്കുക, ഇഡ്ലി ആൻഡ് സാമ്പാർ അത് ഒരുമിച്ചാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത് അല്ലെ? അപ്പൊ അവിടെയും എന്താണ്? സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇഡ്ലി ആൻഡ് സാമ്പാർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്, അവിടെയും എന്താണ്? ഈസ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ അധികം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇനി രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ അവ നൽകുന്ന ആശയം വ്യത്യസ്തമാണ്. അതായത് പ്രത്യേകം പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പ്ലൂരൽ വെർബ് ഉപയോഗിക്കുന്നു. എന്താ പറയുന്നത്? ഇപ്പോ രണ്ട് ഏകവചന നാമങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സെയിം സാധനം തന്നെ നമ്മൾ എന്താണ്, ഇപ്പൊ ബ്രെഡും ബട്ടറും നമ്മൾ പറഞ്ഞു ഒരുമിച്ച് ആണ് എങ്കിൽ എന്താണ് പറയുന്നതെങ്കിൽ, അതായത് ഇപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബ്രെഡ് ആൻഡ് ബട്ടർ എന്താണ്? ബ്രെഡ് ആൻഡ് ബട്ടർ ഡേഷ് ചാർജ് സെപ്പറേറ്റ്ലി, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ചാർജ് ചെയ്യണം. അപ്പൊ അവിടെ എന്താണ്? ബ്രെഡ് വേറെ ബട്ടർ വേറെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ട് സാധനങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഈ സെപ്പറേറ്റ്ലി എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേറെ വേറെ ആയിട്ടാണ്. അങ്ങനെ ചെറിയ വേർഡ്സ് ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ അതിന്റെ ആശയം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ഇത് കിട്ടും. ഓക്കെ, ഇനി രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റിനും രണ്ടാമത്തെ സബ്ജക്റ്റിനും മുന്നിലായി എ ആൻ ദി ദിസ് ദാറ്റ് മൈ അവർ യുവർ ഹിസ് ഹെർ ഇറ്റ് ദെയർ എന്നിവ വരുന്നുവെങ്കിൽ വാക്യം രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ രണ്ട് സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നു. അതിനാൽ അവിടെ എന്ത് ഉപയോഗിക്കണം? നമ്മൾ പ്ലൂരൽ വെർബ് ഉപയോഗിക്കണം. എന്നാ പറഞ്ഞിട്ടുള്ളത്? രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റിനും രണ്ടാമത്തെ സബ്ജക്റ്റിനും മുന്നിലായിട്ട് ഏതൊക്കെ വരികയാണ്? എ വരികയാണ്, ഏന് വരികയാണ്, ദി ദിസ് ദാറ്റ് മൈ അവർ യുവർ ഹിസ് ഹെർ ഇറ്റ് ദെയർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വരുന്നുവെങ്കിൽ വാക്യം രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ ഒന്നുകിൽ രണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്ലൂരൽ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ. മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ, അവിടെ എന്താണ്? ഡേഷ് ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? എന്താ പറയേണ്ടത്? ഇത് ഇവിടെ നമ്മൾ ആർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ എന്താണ്? സിംഗുലർ ആണോ? അല്ല, പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത നോക്കാം. രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റിന് മുന്നിൽ മാത്രം ആർട്ടിക്കിൾസ്, പ്രോനോൺ എന്നിവ വന്നാൽ സിംഗുലാർ വെർബ് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആദ്യം നിങ്ങൾ വിചാരിച്ചിരിക്കും ഇങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതിന് തെറ്റൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കും. എന്ത്? മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ. ഇനി ഇവിടെ എന്താ നമ്മോട് ഇങ്ങനെ പറയാണ്, ഒരാളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടോ, മൈ പാരന്റ്സ് ആൻഡ് ഗാർഡിയൻ. അപ്പൊ ഇവിടെ പാരന്റും മൈ പാരന്റ് ആൻഡ് ഗാർഡിയൻ, പാരന്റും ഗാർഡിയനും ഒന്ന് തന്നെയാണ്. മൈ പാരന്റ് ആൻഡ് ഗാർഡിയൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ ആൻഡ് കൊണ്ടൊക്കെ ഇതാക്കിയിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സബ്ജക്റ്റിന് മുന്നിൽ മാത്രം ഏത്?
ഒന്നാമത്തെ സബ്ജക്റ്റിന് മുന്നിൽ മാത്രം, ഇവിടെ പാരന്റ് എന്നുള്ളതിന് മുന്നിൽ മാത്രം ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രോനോണ് വന്നാല് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ അതിന്റെ മീനിങ് തന്നെ മാറുന്നുണ്ട്. മൈ പാരന്റ് ഈസ് ഗാർഡിയൻ എന്നുള്ളത് ഒരൊറ്റ ആളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അത്രയേ ഉള്ളൂ അതിന്റെ ആശയം മനസ്സിലാക്കാൻ കേട്ടോ. ഇനി എന്താണ് റൂൾ നമ്പർ 11, അതായത് ഈച്ച് എവരി ചേർന്ന് വരുന്ന രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ സിംഗുലാർ വെർബ് ഉപയോഗിക്കുന്നു. എന്താണ്? ഈച്ച് എവരി ചേർന്ന് വരുന്ന രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ സിംഗുലാർ വെർബാണ് ഉപയോഗിക്കുന്നത്. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഡാഷ് എ സെപ്പറേറ്റ് സീറ്റ്. എന്താ പറയുന്നത്? ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഹാസ് എ സെപ്പറേറ്റ് സീറ്റ്. മനസ്സിലായോ? ഈച്ച് അല്ലെങ്കിൽ എവരി ഇത് ചേർന്ന് വരുന്ന രണ്ട് ഏകവചന നാമങ്ങൾ. ഇവിടെ ഏതൊക്കെയാണ്? ഈച്ച്, ബോയിന്റെ കൂടെ ഈച്ച് വന്നു, അതുപോലെ ഗേളിന്റെ കൂടെയും ഈച്ച് വന്നു. ഇതിനെ എന്ത് ചെയ്യാണ്? നമ്മൾ ആൻഡ് കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ വരുന്നതും എന്ത് തന്നെയാണ്? സിംഗുലാർ വെർബ് തന്നെയാണ് വരേണ്ടത്. ഇനി അതല്ല, ഈച്ച് എവരി കഴിഞ്ഞു വരുന്ന രണ്ട് ബഹുവചന നാമങ്ങളെ ആൻഡ് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ അവിടെ എന്താ വേണ്ടത്? അവിടെ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഈച്ച് അല്ലെങ്കിൽ എവരി ചേർന്ന് വരുന്ന രണ്ട് ഏകവചന നാമം. ഇനി ഈച്ച് അല്ലെങ്കിൽ എവരി കഴിഞ്ഞു വരുന്ന രണ്ട് ബഹുവചന നാമമാണ് ഇവിടെ ബോയ്സ് എന്നാണ്, ബോയ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഗേൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം? എവരി ബോയ്സ് എന്നുള്ളതാണ് അല്ലെ, അതുപോലെ എവരി ഗേൾസ് അല്ലെ. ഇവിടെ ബോയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എന്താണ്? ഗേൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് അത്? നമ്മള് അതിന്റെ കൂടെ എന്താ വരിക? പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ എവരി അല്ലെങ്കിൽ എവരി ബോയ്സ് ആൻഡ് എവരി ഗേൾസ്, അതിനുശേഷം പ്ലൂരൽ വെർബ് ഉപയോഗിക്കണം. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. റൂൾ നമ്പർ 12 കേട്ടോ. ഓക്കെ, രണ്ട് റൂൾ കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞു. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. സ്പെക്ടാക്കിൾസ്. എന്തൊക്കെ? സ്പെക്ടാക്കിൾസ്, സിസേഴ്സ്. ഇതൊക്കെ ശരിക്കും എന്താണ്? ഒരു ജോഡിയാണ് അല്ലെ. സ്പെക്ടാക്കിൾസ്, സിസേഴ്സ്, ജീൻസ്, പാൻസ്, ട്രൗസേഴ്സ്, ഷൂസ്, സോക്സ്. ഇത് തുടങ്ങിയ പെയർ നൗണിന് ഒരുപോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ചേർന്ന് ഒന്നിന്റെ ഫലം നൽകുന്ന എന്താണ്? നാമരൂപങ്ങൾ അല്ലെ. എന്താണ് ഇവിടെ? എന്താണ് ഈ തുടങ്ങിയ പെയർ നൗണിന് ശേഷം പ്ലൂരൽ വെർബ് ഉപയോഗിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരുപോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ചേർന്ന് ഒന്നിന്റെ ഫലം നൽകുന്ന നാമരൂപം. അത് എന്തായാലും രണ്ടെണ്ണേ അതിന് വരും, രണ്ടെണ്ണം എന്തായാലും അതിന്റെ കൂടെ വരും. സിസേഴ്സ് ആയാലും എന്താണ്? ജീൻസ് അല്ലെ. അവിടെ എന്താണ്? ജീൻസ്, നമ്മൾ ജീൻസ് എന്നാണ് പറയാ അല്ലെ. പാൻസ്, ട്രൗസേഴ്സ്, അതുപോലെ എന്താണ്? ഷൂസ്, സോക്സ്. ഇവിടെയൊക്കെ എന്താണ്? പെയർ നൗൺ ആണ്. ഇതെന്താണ്? ഒരു പെയർ നൗൺ ആണ്. അതിനുശേഷം എന്താണ്? നിങ്ങൾ പ്ലൂരൽ വെർബ് വേണം ഉപയോഗിക്കാനായിട്ട്. അതായത് സ്പെക്ടാക്കിൾസ് ആർ ഗുഡ് എന്നാണ് പറയാ. സ്പെക്ടാക്കിൾസ് എന്താണ്? ആർ ഗുഡ് എന്നാണ് പറയാ. ഇനി പെയർ നൗണിനൊപ്പം എ പെയർ ഓഫ്. ഇപ്പോ പെയർ നൗൺ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതിന് ഒപ്പം അതിന് മുന്നേ എ പെയർ ഓഫ് വന്നാൽ എന്താ പറയാ? നമ്മൾ സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പെയർ ഓഫ് ഷൂസ് എന്താ പറയാ? കോസ്റ്റ് എന്ന് പറയില്ല. കാരണം എന്താണ്? അവിടെ കോസ്റ്റ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സിംഗുലാർ വെർബ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ പെയർ നൗണിനൊപ്പം എ പെയർ ഓഫ് വന്നാൽ സിംഗുലാർ വെർബ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ എ പെയർ ഓഫ് ഷൂസ് കോസ്റ്റ് എന്താണ്? ₹500 എന്നുള്ളതാണ്. എ പെയർ ഓഫ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ സിംഗുലാർ വെർബ് കൊടുക്കണം. അതല്ല എന്താണ്? ഇത് മാത്രം, അതായത് ഈ പെയർ നൗൺ മാത്രം വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? പ്ലൂരൽ വെർബ് കൊടുക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി പെയർ നൗണിനൊപ്പം ടു പെയർ ഓഫ്, ത്രീ പെയർ ഓഫ്, എ പെയർ ഓഫ് അല്ല, ടു പെയർ ഓഫ്, ത്രീ പെയർ ഓഫ് ഇത് വന്നാൽ നമുക്ക് എന്താ? നമുക്ക് ഓൾറെഡി അറിയാവുന്നുണ്ടാവും. എന്താ ഉപയോഗിക്കുക? പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക. ടു പെയർ ഓഫ് ഷൂസ് എന്താണ് പറയാ? കോസ്റ്റ് എന്നാണ് വരിക അല്ലെ. ഇവിടെ കോസ്റ്റ് എന്നുള്ളതും കോസ്റ്റ് എന്നുള്ളതും എന്താണ്? കോസ്റ്റ് നമുക്കറിയാം പ്ലൂരൽ വെർബാണ്. കോസ്റ്റ്സ് എന്നുള്ളത് എന്താണ്? സിംഗുലർ വെർബാണ് എന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കോസ്റ്റ് എന്നുള്ളതാണ്. കിട്ടിയോ? ഇനി റൂൾ നമ്പർ 13 അല്ലെ.
അതായത് ഒരു കൂട്ടം ആളുകളെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺ ആയ കമ്മീഷൻ, കമ്മിറ്റി, കൗൺസിൽ, ക്യാബിനറ്റ്, ഗവൺമെന്റ്, ജൂറി എന്നിവ അതിലെ വ്യക്തികളെ ഒന്നായി പരിഗണിക്കുകയാണെങ്കിൽ സിംഗുലർ വെർബും, വെവ്വേറെയായി കണക്കാക്കുകയാണെങ്കിൽ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കൂട്ടം ആളുകളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺസ് ആയ ഏതൊക്കെ? കമ്മീഷൻ, അതിലൊരു കൂട്ടം ആളുകൾ ഉണ്ടാവും, കമ്മിറ്റിയിൽ ഉണ്ടാവും, അതുപോലെ കൗൺസിൽ ഉണ്ട്, ക്യാബിനറ്റ്, ഇതിലൊക്കെ എന്താണ്? ഗവൺമെന്റ്, ജൂറി, ഇതൊക്കെ പറഞ്ഞ എന്താണ്? ഒരു കൂട്ടം ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാല് ഇവിടെ ഇത് അതിലെ വ്യക്തികളെ ഒന്നായി പരിഗണിക്കുകയാണെങ്കിൽ, അതൊക്കെ ഒരു ജോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സിംഗുലാർ വെർബും, ഇനി വെവ്വേറെ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുന്നു. അതായത് സബ്ജക്റ്റിന്റെ പ്രോനൗണിൽ ഇറ്റ്സ് വന്നാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റിന്റെ പ്രോനൗണിൽ എന്ത് വരിക? ഇറ്റ്സ് എന്നാണ് വന്നതെങ്കിൽ, പ്രോനൗണ് അറിയാലോ, പ്രോനൗണ് ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ പ്രോനൗണില് സബ്ജക്റ്റിന്റെ പ്രോനൗണിൽ ഏത് സബ്ജക്റ്റ് ആണ് കൊടുക്കുന്നത് അതിന്റെ പ്രോനൗണിൽ ഇറ്റ്സ് വന്നാൽ അത് സിംഗുലാർ വെർബ് ആണ് അതിന് ശേഷം വരിക എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇനി സബ്ജക്റ്റിന്റെ പ്രോനോണിൽ ദയർ ആണ് വന്നതെങ്കിൽ അവിടെ ഒരു യൂണിറ്റി, അത് അങ്ങനെ ആലോചിച്ചാൽ മതി. എന്തില്ല, ആ വ്യക്തികളെ വെവ്വേറെ ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്ന രീതിയിൽ ദയർ ഓരോരുത്തരായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ദ കൗൺസിൽ ഡാഷ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്. ഇവിടെ കണ്ടോ, അവരുടെ റിപ്പോർട്ടിലെ എന്ത് ചെയ്യാണ്? സബ്മിറ്റ് ചെയ്തു എന്ന് പറയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഒരു ഒന്നിച്ച്, ആ കൗൺസിൽ എന്നുള്ളത് ഒരു ഒന്നിച്ച് അവരുടെ ഒരൊറ്റ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇനി ദ ഗവൺമെന്റ് ഡാഷ് ഓണേർഡ് മോസ്റ്റ് ഓഫ് ദെയർ റെസ്പോൺസിബിലിറ്റി. ദ ഗവൺമെന്റ് ഡാഷ് ഓണേർഡ് മോസ്റ്റ് ഓഫ് ദെയർ എന്ന് വന്നല്ലോ, കണ്ടോ ദെയർ. അവിടെ എന്തില്ല? അവിടെ ഗവൺമെന്റ് ഒറ്റൊന്ന് ഇതായിട്ട് അവിടെ കാണുന്നില്ല, ദെയർ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അവിടെ എന്താണ്? അവിടെ നമുക്ക് പ്ലൂറൽ വെർബ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ രണ്ട് ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറെ കാര്യം മനസ്സിലാവും. പിന്നെ ദ ക്യാബിനറ്റ് ഡാഷ് ടേക്കൻ എ യുനാനിമസ് ഡിസിഷൻ. എന്താ പറഞ്ഞത്? ദ ക്യാബിനറ്റ് ഡാഷ് ടേക്കൻ എ യുനാനിമസ് ഡിസിഷൻ എന്നുള്ളത് ഒരൊറ്റ തീരുമാനം എന്നുള്ളതാണ് അവിടെ എന്ത് പറയുന്നത്? ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിംഗുലർ വെർബ് ഉപയോഗിക്കാം. അപ്പൊ അവിടെ സെപ്പറേറ്റ് ആയിട്ടല്ല അവര് തീരുമാനം എടുക്കുന്നത്, ഒരൊറ്റ ഡിസിഷനാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഇവിടെ എന്താണ്? ഹാസ്, ഹാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഹാസ് എന്നുള്ളതാണ് സിംഗുലർ വെർബ്. അപ്പൊ അതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുണ്ടായിട്ടുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.